നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. പാമോലിൻ കേസിനെ വീണ്ടും രാഷ്ട്രീയ വിവാദമാക്കി ചീഫ് സെക്രട്ടറി. ടെൻഡറില്ലാതെ പാമോലിൻ ഇറക്കുമതി ചെയ്യാനുള്ള കരുണാകരൻ സർക്കാരിന്റെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് ജിജി തോംസൺ. ഫയലിൽ വിയോജിപ്പ് കുറിച്ചിരുന്നു. വിടുവായത്തം പറഞ്ഞ് ജിജി അപകടം വിളിച്ചു വരുത്തുന്നുവെന്ന് VS. കേന്ദ്രത്തിന്റെ സമ്പൂർണ്ണ മത്സ്യബന്ധന നിരോധനം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് കെ ബാബു. തീരമേഖലയാകെ പ്രതിഷേധം ശക്തം. വിഴിഞ്ഞം തുറമുഖ പ്രശ്നത്തിൽ കേരളത്തിന് നിതിൻ ഗഡ്കരിയുടെ നിശിത വിമർശനം. ഇനിയും വൈകിയാൽ മറ്റു വഴി നോക്കും. പലിശ നിരക്ക് 0.5% കുറച്ച് റിസർവ് ബാങ്കിന്റെ പണനയം. ഭവന വാഹന വായ്പാ നിരക്കുകൾ കുറയും. ജൂലൈ 15 മുതൽ BSNL റോമിംഗ് സൗജന്യം. ടവറുകൾ ആരോഗ്യ പ്രശ്നമുണ്ടാക്കില്ലെന്ന് രവിശങ്കർ പ്രസാദ്. വാഹന പരിശോധനയിൽ പുതിയ DGPയുടെ പരിഷ്കാരങ്ങൾ. പരിശോധന ജനത്തിന് ബുദ്ധിമുട്ടാകരുത്. ആരെയും ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പെറ്റി കേസിന്റെ എണ്ണം തികയ്ക്കാനുള്ള പരിശോധന വേണ്ട. മുന്നണി തീരുമാനിച്ചാൽ അരുവിക്കരയിൽ പ്രചാരണത്തിനിറങ്ങാൻ VS. അസ്വാരസ്യങ്ങൾ തീർക്കാൻ VM സുധീരന്റെ നേതൃത്വത്തിൽ യോഗങ്ങൾ. പൂന്തുറ സിറാജ് PDP സ്ഥാനാർത്ഥി. PC ജോർജിന്റെ സ്ഥാനാർത്ഥി നാളെ. കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് ടെൻഡർ വിളിക്കാതെ പാമോലിനെ ഇറക്കുമതി ചെയ്തത് തെറ്റായിരുന്നുവെന്ന് കേസിലെ പ്രതിയും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുമായ ജിജി തോംസൺ. ടെൻഡർ വിളിക്കാതെയാണ് പാമോലിനെ ഇറക്കുമതി ചെയ്യുന്നതെന്ന് താൻ ഫയലിൽ രേഖപ്പെടുത്തിയിരുന്നു. ക്യാബിനറ്റ് തീരുമാനം അംഗീകരിക്കുകയോ ഉദ്യോഗസ്ഥരെന്ന നിലയിൽ തനിക്ക് ചെയ്യാനാകൂ എന്ന് അന്നത്തെ സിവിൽ സപ്ലൈസ് ഡയറക്ടർ കൂടിയായ ജിജി തോംസൺ പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ചീഫ് സെക്രട്ടറി ജിജി തോംസൺ പാമോലിൻ കേസിൽ വഴിത്തിരിവാകുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. പാമോലിൻ ഇറക്കുമതി ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോൾ ടെൻഡർ വിളിക്കാതെയാണ് ചെയ്യുന്നതെന്ന് താൻ ഫയലിൽ രേഖപ്പെടുത്തിയിരുന്നു. ഞാൻ പ്രതിയായിട്ട് 25 വർഷമായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാമോലിൻ കേസിനകത്ത് എന്താ സംഭവം? ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുത്തു, ക്യാബിനറ്റ് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിനെതിരെ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. എൻ്റെ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് നമ്മളിങ്ങനെ വേറൊരു ടെൻഡർ വിളിക്കാതെയാണ് ചെയ്യുന്നത്. സിൻസ് ഗവൺമെൻറ് ഓഫ് കേരള ഹാവ് ഓൾറെഡി ഡിസൈഡഡ് ടു ഇമ്പോർട്ട് 15,000 tons of palmolin from Malaysia, I am left with no other option but to execute this deal എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ടാണ് ഞാൻ ഗൂഢാലോചന കുറ്റത്തിന് കുരിശിൻ ചുമന്നുകൊണ്ട് നടക്കുന്നത്. തന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പാമോലിൻ ഇറക്കുമതി ചെയ്തത് തെറ്റാണെന്നും കേസിലെ പ്രതിയും അന്നത്തെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ MDയുമായ ജിജി തോംസൺ പറഞ്ഞു. എൻ്റെ ലെഫ്റ്റ് ടു മൈസെൽഫ് ഐ വിൽ സേ ഇറ്റ് വാസ് റോങ്. പക്ഷേ എനിക്ക് ഒരു സിവിൽ സർവൻ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. ക്യാബിനറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഐ ഹാവ് നോ അതർ ഓപ്ഷൻ. ടെൻഡർ വിളിക്കാതെ പാമോലിൻ ഇറക്കുമതി ചെയ്ത വഴി സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയെന്നാണ് പാമോലിൻ കേസിന്റെ കുറ്റപത്രം. അന്നത്തെ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ശരിവയ്ക്കുന്നതാണ് ജിജി തോംസന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ മുൻ ഭക്ഷ്യമന്ത്രി TH മുസ്തഫ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ, PC ജോർജ് തുടങ്ങിയവർ വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും എത്തും. ആദ്യം TH മുസ്തഫ, ജിജി തോംസൺ പറയുന്നത് ശരിയാണോ? അദ്ദേഹം ഫയലിൽ നോട്ട് കുറിച്ചിരുന്നോ? അദ്ദേഹത്തിന് അന്നോ ഇന്നോ ഇല്ലാത്തൊരു അഭിപ്രായമാണല്ലോ ഇത്. അദ്ദേഹം ഒരു ഫയലിലും ഒരു എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹമാണ് ഇതിന്റെ മുഴുവൻ ഏർപ്പാടും നടത്തിയത്. ഈ ക്യാബിനറ്റിനെ സിവിൽ സപ്ലൈസ് ചെയർമാൻ സക്കറിയ മാത്യു ഒരു നോട്ട് എഴുതുകയും അത് അന്നത്തെ ചീഫ് സെക്രട്ടറി പത്മകുമാർ വളരെ വിശദമായ ആ നോട്ട് ക്യാബിനറ്റ് എനിക്ക് തരികയും ചെയ്തു. ഞാനത് ക്യാബിനറ്റിന് സമർപ്പിക്കാൻ എഴുതി കൊടുത്തു. അത് ഉമ്മൻചാണ്ടി റെക്കമെൻഡ് ചെയ്ത് ചീഫ് മിനിസ്റ്റർ കൊടുത്തു. ചീഫ് മിനിസ്റ്റർ അത് ക്യാബിനറ്റിൽ വെക്കാൻ ഉത്തരവിട്ട് ക്യാബിനറ്റിൽ വെച്ചു. അത് തിരിച്ച് ക്യാബിനറ്റ് തീരുമാനം ചീഫ് സെക്രട്ടറി മറ്റേ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായ സിവിൽ സപ്ലൈസ് ചെയർമാൻ സക്കറിയ മാത്യുവിന് കൊടുത്തു. സക്കറിയ മാത്യു നേരെ അത് MD ജിജി തോമസിന് കൊടുത്തു. ജിജി തോമസ് മറ്റേ മലേഷ്യയിൽ 2 പ്രാവശ്യം പോയി അവരുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഒരു ബന്ധു ദിവസം പോലീസ് പ്രൊട്ടക്ഷനിൽ കൊച്ചിയിലെ മലബാർ ഹോട്ടലിൽ പോയി ജിജി തോമസിന് എഗ്രിമെന്റ് ഒപ്പിട്ടു. ഈ സമയത്തൊന്നും അദ്ദേഹം കമാ എന്നൊരക്ഷരം അതിനെതിരായി പറയുകയോ ഏതെങ്കിലും ഫയലിൽ എഴുതുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്ത അക്ഷന്തവ്യമായ കുറ്റം വകുപ്പ് മന്ത്രിയോടോ വകുപ്പ് സെക്രട്ടറിയോടോ ഇതിനൊന്നും അനുവാദം ചോദിക്കുകയോ വാങ്ങുകയോ
അവരുമായി ഡിസ്കസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇവിടെ എന്തുകൊണ്ടാണ് ശ്രീ ജിജി തോംസൺ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? അദ്ദേഹം ഈ കേസിലെ പ്രതി എന്ന് മാത്രമല്ല ഇപ്പോൾ ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറി ആയിരിക്കെ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് ജിജി തോംസൺ സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് താങ്കൾ പൂർണ്ണമായും ശ്രദ്ധിച്ചിരുന്നോ ശ്രീ ടി.എച്ച്. മുസ്തഫ? സർക്കാരിൻ്റെ കാലത്ത്, കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് ടെൻഡർ വിളിക്കാതെയാണ് പാമോലിൻ ഇറക്കുമതി ചെയ്തത്. അത് തെറ്റായി പോയിരുന്നു. താനായിരുന്നുവെങ്കിൽ അങ്ങനെ ടെൻഡർ വിളിക്കാതെ ഒരു ഇറക്കുമതി ചെയ്യുമായിരുന്നില്ല എന്നത് ഗൗരവതരമായി കാണുന്നുണ്ടോ താങ്കൾ? എന്തായിരുന്നെങ്കിലാണോ? മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലാണോ? അദ്ദേഹമാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടിയിരുന്നത് എങ്കിൽ, ഒരു നിലപാടെടുക്കേണ്ടിയിരുന്നത് എങ്കിൽ. എനിക്ക് മനസ്സിലാവാത്ത, ജനത്തിന് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഇദ്ദേഹം എന്തായിരുന്നെങ്കിൽ ടെൻഡർ വിളിക്കാതെ ഇത് വാങ്ങൂലായിരുന്നു എന്ന് പറഞ്ഞേ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്? അല്ലാതെ അങ്ങനെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ അതിൽ പാടിയിട്ട് കാര്യമുണ്ടോ? അദ്ദേഹം എന്തായിരുന്നെങ്കിൽ എന്ന് പറയണ്ടേ? അദ്ദേഹമായിരുന്നു എല്ലാമായിരുന്നത്. വില നെഗോഷിയേറ്റ് ചെയ്തത് അദ്ദേഹമാണ്. കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ള അദ്ദേഹമാണ്. പിന്നെ എന്തായിരുന്നെങ്കിൽ അയാൾ ചെയ്യൂന്ന് പറഞ്ഞേ. സാധാരണഗതിയിൽ കരാറിന് ആരാണോ ഏർപ്പാട് ചെയ്യേണ്ടത് അത് ആയിരുന്നു എങ്കിൽ എന്നുള്ളതാണ്. ഇവിടെ എന്താണ് പ്രശ്നമെന്ന് നമുക്കൊന്ന് നോക്കാം ശ്രീ ടി.എച്ച്. മുസ്തഫ. ടണ്ണിന് $392.25 ആയിരുന്ന കാലത്ത് $405 എന്ന നിരക്കിൽ 15,000 ടൺ പാമോലിൻ ഇറക്കുമതി ചെയ്തു എന്നുള്ളതാണല്ലോ കുറ്റം. ഇപ്പോൾ ശ്രീ ജിജി തോംസൺ പറയുന്നു ടെൻഡർ വിളിക്കാതെ പാമോലിൻ ഇറക്കുമതി ചെയ്തത് തെറ്റായിപ്പോയി എന്ന്. അപ്പോൾ ശരിയാണ്, അന്ന് ടെൻഡർ വിളിച്ചിരുന്നു എങ്കിൽ $392.25 അതിൽ താഴെയോ നിരക്കിൽ ഒരുപക്ഷെ പാമോലിൻ കിട്ടുമായിരുന്നു. അത് ഉപയോഗിച്ചില്ല എന്നതിനാൽ ജിജി തോംസണിൻ്റേത് കുറ്റസമ്മത മൊഴിയാവുകയാണ്. അപ്പോൾ ഈ കേസ് ഇല്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള നിലപാട് ശരിയല്ല എന്ന് ആരാ ജഡ്ജ്മെന്റ് ഇറക്കിയത്? ഇതെല്ലാം ചെയ്തവൻ നിരപരാധി, കുറ്റവിമുക്തൻ, ചെയ്യാത്തവരൊക്കെ കുറ്റക്കാര്. ഈ ജഡ്ജ്മെന്റ് ആരുടെ വകയാണ്? അല്ല, അങ്ങനെയല്ലേ സംഭവിക്കുക? കാരണം ജിജി തോംസൺ പറയുന്നത് ഇതിൽ സംഭവിക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തതാണ് ഈ കേസ്. ഏജ് പറഞ്ഞത് ഇത് ഇന്നതും കൂടി കിട്ടുമായിരുന്നതാണ്, അത് കിട്ടാതെ പോയത് ഇവരുടെ കുറ്റമാണ് എന്നാണ് പറഞ്ഞത്. എന്നതുപോലെ എല്ലാം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കാര്യം സത്യസന്ധമായി കാര്യമായി നടത്തണം. താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഡോക്ടർ ടി.എം. തോമസ് ഐസക്, മുൻ ധനമന്ത്രി, നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ ഐസക്, ഇപ്പോൾ ശ്രീ ജിജി തോംസൺ പറയുന്നത് ടെൻഡർ വിളിക്കാതെ പാമോലിൻ ഇറക്കുമതി ചെയ്തത് തെറ്റായിരുന്നു എന്നാണ്. അപ്പോൾ ടെൻഡർ വിളിക്കാത്തതിനാൽ സ്വാഭാവികമായും സംസ്ഥാനത്തിന് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നാണല്ലോ ജിജി തോംസൺ പറയാതെ പറയുന്നത്. അത് വെറുതെ ഒരു ഗൂഢാലോചന ഇല്ലാതെ അങ്ങനെ ഒരു നഷ്ടം സംഭവിക്കില്ലല്ലോ. അപ്പോൾ ഒരു കുറ്റസമ്മത മൊഴിയായി കാണേണ്ടതുണ്ടോ ജിജി തോംസന്റെ ഈ പ്രസ്താവന? ജിജി തോംസന്റെ പ്രസ്താവന കുറ്റമൊഴിയായിട്ട് കാണാൻ പറ്റില്ല. ജിജി തോംസൺ പറയുന്നത് ഞാനല്ല ഉത്തരവാദി, ഞാനത് ചൂണ്ടിക്കാണിച്ചിരുന്നത് തെറ്റാണ് പ്രൊസീജിയർ എന്ന്. എന്നാൽ ക്യാബിനറ്റ് തീരുമാനമെടുത്തു, ആ തീരുമാനം നടപ്പാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. പുതിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ അദ്ദേഹം ക്യാബിനറ്റ് തീരുമാനത്തെ താൻ അനുസരിക്കുകയാണ്, രാഷ്ട്രീയ തീരുമാനത്തെ താൻ അനുസരിക്കുകയാണ് എന്നാ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ വിവരം പറഞ്ഞിരിക്കുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ അന്ന് തന്നെ ഇതിനെതിരായിരുന്നു, അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് നിശ്ചിത എനിക്കറിയത്തില്ല, അദ്ദേഹം ഇത് പറയുന്നതാണ്. എങ്കിൽ അദ്ദേഹത്തിൻ്റെത് കുറ്റസമ്മത മൊഴിയല്ല. ഈ പറഞ്ഞ ശരിയാണെങ്കിൽ സാക്ഷിമൊഴിയായിട്ടാണ് മാറുന്നത്. അദ്ദേഹം പറയുന്നത് ഉദ്യോഗസ്ഥൻ നൽകിയ വസ്തുനിഷ്ഠമായിട്ടുള്ള അഭിപ്രായത്തെ ഗൂഢാലോചന നടത്തിയവർ ഓവർ റൂൾ ചെയ്ത് നടപടിയെടുത്തു എന്നുള്ളതാണ്. എന്താ സംഭവിച്ചതെന്ന് അതിലൊക്കെ പങ്കാളികളായിട്ടുള്ളവർ തന്നെ പറയണം. ഏതായാലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഇത് വിശദീകരിച്ചേ പറ്റൂ. ഇതുവരെയും ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല, ഒരു തെറ്റും ഉണ്ടായിട്ടില്ല എന്നുള്ള നിലപാടാണ്. എന്നാൽ ഇന്നിപ്പോൾ അതിന് ഒരു പങ്ക് വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ, ആ ഉദ്യോഗസ്ഥന് ഉമ്മൻചാണ്ടിയോടൊരു ദേഷ്യം തോന്നേണ്ട കാര്യമില്ല.
കാരണം ജി തോംസനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടിന് ഉമ്മൻചാണ്ടി ഇതുവരെ എടുത്തു വന്നിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറയുന്നു ഇതിൽ ഗൗരവമായ തെറ്റുണ്ട് എന്ന് ഞാൻ അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചു തന്നു. തുടരുക. ശ്രീ ടി എച്ച് മുസ്തഫ, യഥാർത്ഥത്തിൽ ഈ ഇടപാടിൻ്റെ സൂത്രധാരന്മാർ ആരാണ്? അത് ജിജി തോമസണും അന്നത്തെ ചീഫ് സെക്രട്ടറി പത്മകുമാറുമാണ്. ജിജി തോംസണും അന്നത്തെ ചീഫ് സെക്രട്ടറി പത്മകുമാറുമാണ് പാമോലിൽ ഇടപാടിൻ്റെ സൂത്രധാരന്മാർ എന്ന് താങ്കൾ പറയുമ്പോൾ, ജിജി തോംസൺ അന്ന് സിവിൽ സപ്ലൈസിൻ്റെ ഡയറക്ടർ മാത്രമാണ്, 10 വർഷം മാത്രം സർവീസുള്ള ഒരു ഉദ്യോഗസ്ഥൻ. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് മലേഷ്യയിൽ 2 വട്ടം പോകാൻ കഴിയുക, മദ്രാസിൽ ചെന്ന് കരാർ ഒപ്പിടുക ഒരു മലേഷ്യൻ കമ്പനിയുമായി എന്നതൊക്കെ സാധ്യമാണോ? അതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കാതെ രാഷ്ട്രീയത്തിലെ ആരെങ്കിലും ഇല്ലാതെ അതിൽ അങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കാൻ കഴിയുമോ? സിവിൽ സപ്ലൈസ് മാനേജിംഗ് ഡയറക്ടറായിരുന്നു, വെറും ഡയറക്ടറല്ല. ശരി, മാനേജിംഗ് ഡയറക്ടറായിരുന്നു. അതുപോലെ അദ്ദേഹം ഇവിടെയൊക്കെ പോയത് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ മന്ത്രിയിൽ നിന്നോ സെക്രട്ടറിയിൽ നിന്നോ സാങ്ഷൻ വായിക്കാതെയാണ് മലേഷ്യയിൽ 2 പ്രാവശ്യം പോയതും മലബാർ ഹോട്ടലിൽ പോയി എഗ്രിമെന്റ് ഒപ്പിട്ടതും ഒക്കെ. അദ്ദേഹത്തിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടായിരുന്നൊന്ന് ഗവേഷണം നടത്താൻ ഞാൻ വിചാരിച്ചാൽ പറ്റൂല. ശ്രീ ടി എച്ച് മുസ്തഫ, ഈ കേസ് പിൻവലിക്കണമെന്ന് ഉമ്മൻചാണ്ടിക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം താങ്കൾക്കറിയാമല്ലോ. അദ്ദേഹം 2 വട്ടം അതിന് ശ്രമിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ജിജി തോംസനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇത് ബാധിക്കുന്നു എന്ന് പറഞ്ഞാണ് ഉമ്മൻചാണ്ടി ഇത് 2 തവണ പിൻവലിക്കാൻ പോയത്? ഉമ്മൻചാണ്ടി ചീഫ് സെക്രട്ടറിയായി ജിജി തോംസൺ വരുന്നതിന് മുമ്പ് ദില്ലിയിലെ കേരള ഹൗസിൽ നിരവധി തവണ ജിജി തോംസണുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. ഇവർ എല്ലാ കാലഘട്ടത്തിലും സുഹൃത്തുക്കളുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന ഉമ്മൻചാണ്ടി ധനമന്ത്രിയായിരിക്കുന്ന 91, 96 കാലഘട്ടത്തിൽ മാത്രമല്ല അതിനു മുമ്പും, അപ്പോൾ താങ്കൾ ഇത് സക്കറിയ മാത്യു ഒരു ഫയലായി കൊണ്ടുവന്നപ്പോൾ അതിലെന്തോ ഒരു ധൃതിയുണ്ട് എന്ന് മണത്ത ഘട്ടത്തിൽ ഇത് ക്യാബിനറ്റിൽ വെക്കണമെന്നും അങ്ങനെ ഔട്ട് ഓഫ് അജണ്ടയായി ക്യാബിനറ്റിൽ വെക്കുകയും അതിനെ ധനമന്ത്രി അനുകൂലിക്കുകയും അത് ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും താങ്കൾ പ്രതി, ഉമ്മൻചാണ്ടി സാക്ഷി. എങ്ങനെയാണത് സംഭവിക്കുന്നത്? ഈ ക്യാബിനറ്റ് നോട്ട് സക്കറിയ മാത്യു പ്രിപ്പയർ ചെയ്യുകയും അത് വിശദീകരിച്ച് അന്നത്തെ ചീഫ് സെക്രട്ടറി പത്മകുമാർ നോട്ട് എഴുതുകയും ചെയ്ത് എനിക്ക് വന്നപ്പോൾ രാവിലെ 9 മണിക്ക് ക്യാബിനറ്റ് റൂമിൽ വെച്ചാണ് എനിക്ക് ഈ ഫയല് തരുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 7-7:30 മണിക്കെങ്കിലും സക്കറിയ മാത്യു സെക്രട്ടേറിയറ്റിൽ വന്നിരിക്കണം, എന്നിട്ട് വേണം നോട്ട് എഴുതാൻ. അത് കഴിഞ്ഞ് ചീഫ് സെക്രട്ടറി ഇത് 9 മണിക്ക് മുമ്പ് കണ്ടിരിക്കണം. അദ്ദേഹം അത് നോട്ട് എഴുതി, അത് നടന്നിരിക്കണം. അപ്പൊ അതെല്ലാം എനിക്ക് സംശയമായി തോന്നി. സെക്ഷനിൽ നിന്നാണ് ഫയലോ ഓപ്പൺ ചെയ്ത് വരേണ്ടത്, അത് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഞാനിത് ഇന്ന് കൂടുന്ന ക്യാബിനറ്റിൽ ഔട്ട് ഓഫ് അജണ്ടയായി കൊണ്ടുവരിക എന്ന് ഫയലിൽ എഴുതി. അത് ഉമ്മൻചാണ്ടി റെക്കമെൻഡ് ചെയ്തു. അത് ക്യാബിനറ്റിൽ പോയി. ക്യാബിനറ്റ് തമിഴ്നാട് മാതൃകയിൽ വാങ്ങാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി. ഗവൺമെന്റിനല്ല, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി. ആ വിവരം ചീഫ് സെക്രട്ടറി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ചെയർമാൻ സക്കറിയ മാത്യുവിനെ അറിയിക്കുകയും സക്കറിയ മാത്യു അത് MD അറിയിക്കുകയും MD നടപടികൾ പൂർണ്ണമാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്കൾ പറയുന്നത് ഇത് ചീഫ് സെക്രട്ടറിയുടെയും സക്കറിയ മാത്യുവിൻ്റെയും ജിജി തോംസൻ്റെയും അഴിമതിയാണ്, ഇതിൻ്റെ രാഷ്ട്രീയ മേലാളന്മാരുടെ പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. ആ ഘട്ടത്തിൽ നമുക്കറിയാം പത്മകുമാർ, കൃഷ്ണകുമാർ ഇവരാണ് സംസ്ഥാനത്തിലെ എല്ലാ ഇടപാടുകൾക്കും നേതൃത്വം വഹിച്ചിരുന്നത്, നടപ്പിലാക്കിയിരുന്നത്. ഞാനത് അന്വേഷിച്ചിട്ടില്ല ആരൊക്കെയാണെന്ന്. ഡോക്ടർ ഐസക്, തുടരുക. താങ്കൾ എന്താണ് ഇതിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കിയെടുക്കുന്നത്? ഇത് രാഷ്ട്രീയ നേതൃത്വത്തിനും പങ്കില്ല. ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് ചെയ്യാൻ കഴിയില്ല തനിച്ച്. അതിന് രാഷ്ട്രീയ അംഗീകാരം ഏതെങ്കിലും ഘട്ടത്തിൽ നൽകണം. യഥാർത്ഥത്തിൽ ഈ സംഭവഗതികൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അത് ഉദ്യോഗസ്ഥന്മാർ വഴി നടപ്പാക്കിയത്. ഇതാണ് ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. രാഷ്ട്രീയ നേതൃത്വം എടുത്ത തീരുമാനത്തിന് ഞങ്ങൾ ഫലപ്രദമായി നടപ്പാക്കി. ഇപ്പോൾ പുതിയൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അന്ന് തന്നെ ഇതിനെ എതിർത്തിരുന്നു എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ മുഴുവൻ ഇവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് കഴിയുകയും ഞങ്ങൾക്ക് ആരും പങ്കുമില്ല,
എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ക്യാബിനറ്റിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് ക്യാബിനറ്റ് വെക്കുകയാണ്. എങ്ങനെ മുസ്തഫജി, നിങ്ങൾ വായിച്ചു നോക്കി, എന്നിട്ട് ക്യാബിനറ്റ് വെക്കുക, ഈ ക്യാബിനറ്റിൻ്റെ തീരുമാനമാണ്, എൻ്റെ തീരുമാനമല്ലെന്ന് നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ അതിനെ പിന്താങ്ങുകയാണ് ചെയ്യുന്നത് ക്യാബിനറ്റ് വെക്കാൻ വേണ്ടി പറയുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ എഴുതണം, എനിക്കിതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, എൻ്റെ അഭിപ്രായം, വകുപ്പിൻ്റെ അഭിപ്രായം ഇതാണ്, ക്യാബിനറ്റിന് തീരുമാനിച്ചാലും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ധനകാര്യമന്ത്രി അംഗീകരിച്ചു, നിങ്ങളും അംഗീകരിച്ചു, മുഖ്യമന്ത്രിയും അംഗീകരിച്ചു. അത്തരത്തിലൊരു രാഷ്ട്രീയ തീരുമാനം എടുത്തതിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ ബലിയടക്കി രക്ഷപ്പെടാൻ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടി.എച്ച്. മുസ്തഫ, ഈ പറയുന്ന ജിജി തോംസൺ എല്ലാം തന്നെയും KSU പാരമ്പര്യമുള്ളവരാണ്. അങ്ങനെ KSU പാരമ്പര്യമുള്ളവർക്ക് തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഉമ്മൻചാണ്ടിയും ഒക്കെ ആയിട്ട് നല്ല ബന്ധമായിരിക്കും. അപ്പോൾ ആ താപ്പിൽ ഇത് നടത്തിയെടുക്കാൻ ശ്രമിച്ചു എന്ന വാദം ഉണ്ടായാൽ? മനസ്സിലായില്ല. ജിജി തോംസണും ഉമ്മൻചാണ്ടിയും ഒക്കെ തന്നെയും ഉമ്മൻചാണ്ടി ക്യാബിനറ്റിൽ വരുന്നതിന് മുമ്പ് തന്നെ നേരത്തെ പരസ്പരം അറിയുന്നവരാണ്. അങ്ങനെ അറിയുന്നവർ ഇങ്ങനെ ഒരു മുൻധാരണ നേരത്തെ ഉണ്ടാക്കി നമുക്ക് TH മുസ്തഫ വഴി ഇത് ക്യാബിനറ്റിൽ ഔട്ട് ഓഫ് അജണ്ടയായി അവതരിപ്പിക്കാം, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ നടത്തിയെടുക്കാം എന്ന് ഇതിൽ അന്ന് ധനമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി വിചാരിച്ചിരുന്നെങ്കിൽ? എനിക്കറിയില്ല അവർ തമ്മിൽ എന്തെങ്കിലും ആലോചന നടന്നിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല. തോമസ് ഐസക് പറഞ്ഞതുപോലെ ഞാൻ അത് അംഗീകരിച്ചിട്ടില്ല. ക്യാബിനറ്റിന്റെ തീരുമാനത്തിന് വിട്ടാൽ അത് അംഗീകരിച്ചു എന്നർത്ഥമാകും എന്ന് ബഹുമാനപ്പെട്ട തോമസ് ഐസക്കിന് തോന്നിയത് അദ്ദേഹം ഒരു മന്ത്രിയും കൂടിയായിരുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. രാഷ്ട്രീയ പ്രേരിതമായി കാര്യങ്ങൾ കാണരുത്, സത്യസന്ധമായി കാര്യങ്ങൾ കാണണം. ഡോക്ടർ ഐസക് പറഞ്ഞ എന്താണ്, ഇത് ക്യാബിനറ്റിൽ താങ്കൾ വെക്കുമ്പോൾ ഈ ഇടപാടിൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ട് ഇത് ക്യാബിനറ്റിൻ്റെ പൊതുവായ അംഗീകാരത്തിന് ഞാൻ വേണ്ടി വെക്കുകയാണ്, ഇത് ഭക്ഷ്യവകുപ്പിൻ്റെ നിർദ്ദേശമല്ല, ഇത് വേറെ എവിടെ നിന്നൊക്കെയോ ചുറ്റിവളഞ്ഞു വന്നതാണ്, രാവിലെ 7:30 മണിക്ക് സക്കറിയ മാത്യു ആഫീസിൽ ഇരിക്കുന്നു എന്നൊക്കെ താങ്കൾ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. അതെ, ഞാൻ അതുകൊണ്ടല്ലേ അത് ക്യാബിനറ്റിലേക്ക് വിട്ട, ഇല്ലെങ്കിൽ എൻ്റെ അനുവാദത്തിന് വേണ്ടിയാ ഫയൽ വന്നേക്കണേ. 15,000 ടൺ പാം ഓയിൽ വാങ്ങാൻ എൻ്റെ അനുമതിക്ക് വേണ്ടി വന്നതാണ്. ഞാൻ അനുമതി കൊടുത്താൽ പാം ഓയിൽ വാങ്ങും. അത് ചെയ്യാതെ എനിക്ക് എതിർപ്പുണ്ടായത് കൊണ്ടാണല്ലോ ഞാൻ ക്യാബിനറ്റിലേക്ക് കൊടുത്തത്. ആ എതിർപ്പ് താങ്കൾ ക്യാബിനറ്റിൽ അറിയിച്ചിട്ടില്ലല്ലോ. ഉണ്ടല്ലോ. എന്താണ് അറിയിച്ചത്? ഇല്ലെങ്കിൽ ഞാൻ അത് അംഗീകരിക്കൂലേ? അല്ല, അത് പോരാ, കാരണം അത് ക്യാബിനറ്റിലൂടെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ക്യാബിനറ്റ് റൂൾ അനുസരിച്ച് അത് എന്റെ അനുവാദത്തിന് വന്ന സംഗതി ക്യാബിനറ്റിലേക്ക് ഞാൻ അയച്ചാൽ ഞാൻ അത് അംഗീകരിക്കുന്നില്ല എന്നും ക്യാബിനറ്റിന് ഇഷ്ടം പോലെ തീരുമാനിച്ചോട്ടെ എന്നുള്ള അതിന്റെ അർത്ഥം. ഡോക്ടർ ഐസക്, ഇത് TH മുസ്തഫയെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് സക്കറിയ മാത്യു തയ്യാറാക്കിയ നോട്ടിൽ പത്മകുമാർ കുറെ കൂടി വിശദീകരണവുമായി ഒരു കടലാസ് TH മുസ്തഫയിൽ എത്തുന്നത്. TH മുസ്തഫയ്ക്ക് സംശയം തോന്നുന്നു, TH മുസ്തഫ അത് ക്യാബിനറ്റിൽ വെക്കുമോ. അദ്ദേഹം ഇപ്പോൾ കരുതുന്നത് അങ്ങനെ ഞാൻ സ്വന്തം നിലയ്ക്ക് അത് അംഗീകരിച്ചു കൊടുക്കാതെ ക്യാബിനറ്റിൽ വെക്കുന്നതിലൂടെ എൻ്റെ സംശയം ഞാൻ അവിടെ രേഖപ്പെടുത്തുകയാണെന്നാണ്. ഈ ബന്ധപ്പെട്ട മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അംഗീകാരം ഉണ്ടെങ്കിലേ ക്യാബിനറ്റിലേക്ക് വരൂ. ക്യാബിനറ്റിൻ്റെ തീരുമാനം ഇക്കാര്യത്തിൽ ആവശ്യമാണ്, വിദേശത്തു നിന്ന് സാധനം ടെൻഡർ വിളിക്കാതെ എടുക്കുന്നതിന് വേണ്ടി. ഒരുപക്ഷെ മുസ്തഫ സാർ പറഞ്ഞത് ശരിയാവും, അദ്ദേഹത്തിന് മാനസികമായിട്ട് ഇതിനോട് യോജിപ്പില്ല, അദ്ദേഹത്തിൻ്റെ പുറകിലായിരിക്കും കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ഫെയ്റ്റ് അക്കംപ്ലി ആയിട്ട് നിങ്ങൾ ഒപ്പിട്ട് ഇത് അംഗീകരിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒപ്പിട്ട് ക്യാബിനറ്റിൽ വെക്കാനായിട്ട് അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ക്യാബിനറ്റ് വെക്കുമ്പോൾ നിങ്ങളതിനെ താഴത്ത് ഒപ്പിട്ടുണ്ട്, അപ്പം മേളിൽ എഴുതിയത് നിങ്ങൾ അംഗീകരിക്കുകയാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ അഭിപ്രായം എഴുതും, അഭിപ്രായം എഴുതിയിട്ട് ക്യാബിനറ്റിൽ വെക്കും. ധനമന്ത്രിയായിരുന്ന ഞാൻ എത്രയോ തവണ ഭിന്നാഭിപ്രായം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ക്യാബിനറ്റ് ചർച്ച ചെയ്ത് അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങ് പറയുന്നത് ശരിയായിരിക്കും, ഇതിനോട് എതിർപ്പുണ്ടായിരുന്നിരിക്കാം, ഇത് ശരിയായ രീതിയല്ലെന്ന് തോന്നിയിരിക്കാം. പക്ഷേ അഭിപ്രായം എഴുതാതെ ഒപ്പിടുന്നു, ധനമന്ത്രി ഒപ്പിടുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റിലേക്ക് പോകുന്നു. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, മുഖ്യമന്ത്രി പറയുന്നു ജിജി തോമസിനെ പോലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുടെ കരിയർ ഈ കേസ് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതിലൂടെ നശിപ്പിക്കുന്നു, അതുകൊണ്ട് ഈ കേസ് പിൻവലിച്ച് കിട്ടണം എന്ന്.
കോടതികൾ അനുവദിക്കാത്തതുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോയി. TH മുസ്തഫ പറയുന്നു ജിജി തോംസൺ എന്തിനാണ് സർക്കാർ ഉത്തരവില്ലാതെ കരാറുണ്ടാക്കിയത് എന്ന്. അദ്ദേഹം കള്ളനും വഞ്ചകനുമാണ് എന്നാണ് TH മുസ്തഫ പറയുന്നത്. മാത്രമല്ല ആരോടും ചോദിക്കാതെ 2 തവണ മലേഷ്യയിൽ പോയി മദ്രാസിൽ ചെന്ന് കരാറുണ്ടാക്കി. ഒരു ബന്ദ് ദിവസം താജ് ഹോട്ടലിൽ പോയി കരാർ ഒപ്പിട്ടു പോലീസ് സംരക്ഷണയിൽ പോയിട്ട് എന്തൊക്കെയോ അതിൽ ചീഞ്ഞ് നാറുന്നു എന്നാണ് ഇപ്പോൾ TH മുസ്തഫ പറയുന്നത്. ജിജി തോംസൺ പറയുന്നു ടെൻഡർ ഇല്ലാതെ അത് ചെയ്യരുതായിരുന്നു, ഞാനായിരുന്നുവെങ്കിൽ ചെയ്യില്ലായിരുന്നു എന്ന്. ഈ കേസാണ് ഉമ്മൻചാണ്ടി പിൻവലിക്കാൻ നോക്കിയത്. അല്ല, ഇപ്പോൾ ഈ ജിജി തോമസൻ കേരളത്തിലെ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ സാങ്കത്യം എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കേരളത്തിലൊരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുക, ചീഫ് സെക്രട്ടറിയെ ഗവൺമെൻറ്റാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന കേരളത്തിലെ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് തലപ്പത്തിരുന്നു കൊണ്ട് ശ്രീ കരുണാകരൻ ക്യാബിനറ്റ് വിളിച്ചു കൂട്ടി അതിൽ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാമോലിൻ ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. അതിലാർക്കും സംശയമില്ല, തർക്കവുമില്ല. അതിന് ജിജി തോംസന്റെ സമ്മതം ഇവിടെ ആവശ്യമില്ല. കാര്യം ഉദ്യോഗസ്ഥൻ്റെ സമ്മതം വാങ്ങിച്ചിട്ടല്ലോ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ ഓരോന്നും ചെയ്യുന്നത്. അന്ന് ശ്രീ തോമസ് ഐസക് പറഞ്ഞ പോലെ അദ്ദേഹം എന്തെങ്കിലും ഒരു ഡിസെൻഡിങ് നോട്ട് രേഖപ്പെടുത്തിയതായി അന്നത്തെ ക്യാബിനറ്റിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരുന്ന TH മുസ്തഫ ഈ യോഗത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇത് എത്രയോ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഇത് എത്രയോ നിയമയുദ്ധം കഴിഞ്ഞൊരു വിഷയമാണ്. സുപ്രീം കോടതി വരെ അച്യുതാനന്ദൻ ഈ കേസ് വലിച്ചഴച്ച് കൊണ്ടുപോയി. അതിനകത്തൊക്കെ ഒരു വ്യക്തത കൈവന്ന കേസാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ ഒരു തീരുമാനം ഒരു ക്യാബിനറ്റ് എടുത്തതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാരെ ക്രൂശിക്കാൻ പാടില്ലെന്നുള്ള സമീപനമാണ് അന്നത്തെ ധനകാര്യമന്ത്രിയും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ ശ്രീ ഉമ്മൻചാണ്ടി സ്വീകരിച്ച. അതിലൊന്നും തെറ്റില്ല. പക്ഷേ ചില ഉദ്യോഗസ്ഥന്മാർക്ക് മാധ്യമ ജ്വരം പിടിപെട്ടാൽ അത് വളരെ അപകടമാണ്. ഈ അടുത്ത കാലത്ത് തൻ്റെ പദവിയിൽ ഇരുന്നു കൊണ്ട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ജിജി തോമസൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം അത് പറയേണ്ട യാതൊരു കാര്യവുമില്ല. ഈ അടുത്ത കാലത്ത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ടൊരു വിവാദം സൃഷ്ടിച്ചതും ഈ ജിജി തോംസനാണ്. അദ്ദേഹം ഇരിക്കുന്ന പദവിയുടെ മാന്യത എനിക്ക് തോന്നുന്നു അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം അധികാര കസേരയിൽ നിന്ന് പറയുമ്പോൾ ഒരു മാധ്യമ ജ്വരത്തിൻ്റെ ഭാഗം തന്നെയാണ്, വാർത്താ പ്രാധാന്യം പിടിച്ചു പറ്റാൻ തന്നെയാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പഴയ കാലത്ത് പറഞ്ഞ പോലെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണ്. ഒരു ചീഫ് സെക്രട്ടറിക്ക് എന്ത് പറയാം, എന്ത് പറയാൻ പാടില്ല എന്നുള്ളത് ഒരു ചീഫ് സെക്രട്ടറിയുടെ സ്ഥാനത്തിരിക്കുന്ന ആൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹം കള്ളനാണെന്നോ ദുഷ്ടനാണെന്നോ എന്ന് ഞാനൊന്നും പറയാൻ ആളല്ല, ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം നടത്തിയ ഈ പ്രസ്താവന അനവസരത്തിലുള്ളതാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് ഔചിത്യബോധമില്ല നടത്തിയ പ്രസ്താവനയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ എല്ലാം കുറെ കൂടി വ്യക്തമായി നമ്മുടെ മുന്നിൽ വരികയാണ്. ഈ പാമോലിൻ വില കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് കൂടിയ വിലക്ക് വാങ്ങി, അങ്ങനെ 2 കോടി ചില്ലുവാനം രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടം വന്നു എന്നുള്ളതാണ് കേസ്. ഇപ്പോൾ ശ്രീ TH മുസ്തഫ പറയുന്നു അതിൽ ചീഫ് സെക്രട്ടറിയും ജിജി തോംസണും അടക്കമുള്ളവർ ചേർന്നുള്ള ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കേസ് ഈ വിഷയം ധൃതി പിടിച്ച് നടപ്പിലാക്കിയതെന്ന് ജിജി തോംസൺ പറയുന്നു. അത് പൂർണ്ണമായി തെറ്റിപ്പോയി, അങ്ങനെയൊന്നും ആയിരുന്നില്ല, ടെൻഡർ വിളിക്കണമായിരുന്നു എന്ന്. എങ്ങനെയാണ് ഈ കേസിൻ്റെ ഭാവിയെ ഇത് ബാധിക്കുക? ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം സർവീസ് സ്റ്റോറിയുടെ ഭാഗമായി പറയേണ്ട കാര്യങ്ങളാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അതിന് അനൗചിത്യം നമുക്ക് മാറ്റിവയ്ക്കാം. പക്ഷേ ആ കേസ് 24 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസ്, ചീഫ് സെക്രട്ടറി പ്രതിയായി നിൽക്കുന്ന ഒരു കേസ്, അത് പൂർണ്ണമായും ആ കേസ് ശരിയായിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അന്നത്തെ കാര്യങ്ങൾ തെറ്റായിരുന്നു, താനായിരുന്നിരുന്നത് നടപ്പാക്കുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ പാമോലിൻ കേസ് പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് സജീവമായി പ്രവർത്തിച്ചവരുടെ ആ ഒരു നീതീകരണമാണ്. ഇപ്പോൾ അദ്ദേഹം ഇത് പറയുമ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ഉമ്മൻചാണ്ടിയും ജിജി തോമസും തമ്മിലുള്ള ബന്ധം അതൊരു ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ളതല്ല, അത്ര അടുത്ത സൗഹൃദമുള്ളവർ. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയുടെ വാസ്തവത്തിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. കരുണാകരൻ ഇപ്പോൾ രംഗത്തില്ല. TH മുസ്തഫയും ഉമ്മൻചാണ്ടിയുമാണ് ആ കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വമായി പറയേണ്ടവർ. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുമ്പോൾ അത് എന്തിനു വേണ്ടി എന്ന ചോദ്യത്തേക്കാൾ ഉപരിയായി അത് അദ്ദേഹം മുഖവിലക്കെടുത്തുകൊണ്ട് അത് വാക്കുകൾ മുഖവിലക്കെടുത്തുകൊണ്ട് നോക്കിയാൽ ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഉത്തരവാദിത്വം ഇപ്പോൾ കുറെ കൂടി വ്യക്തമായിരിക്കുകയാണ്.
മറ്റൊരു കാര്യമുള്ളത് ബാലകൃഷ്ണപിള്ള, ക്യാബിനറ്റ് സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ആർ ബാലകൃഷ്ണപിള്ള, അന്ന് ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നല്ലോ സാർ അങ്ങ്. ഇപ്പോൾ ശ്രീ ജിജി തോംസൺ പറയുന്നു അങ്ങനെ ചെയ്തുകൂടായിരുന്നു, ഞാനായിരുന്നെങ്കിൽ ചെയ്യില്ലായിരുന്നു എന്ന്. ടി.എച്ച്. മുസ്തഫ ഭക്ഷ്യമന്ത്രി പറയുന്നു അതിൽ ക്രമക്കേടുണ്ടായിട്ടുണ്ട്. അന്ന് ഒരു ബന്ദ് ദിവസം പോലീസ് പ്രൊട്ടക്ഷനിലാണ് ടാജിൽ പോയി ഈ ജിജി തോംസൺ ഒപ്പിട്ടത്. 2 തവണ മലേഷ്യയിൽ പോയി, 1 തവണ മദ്രാസിൽ പോയി. അതൊക്കെ എന്തിനാണ് എന്ന് ജിജി തോംസൺ വ്യക്തമാക്കണം എന്ന് പറയുമ്പോൾ അന്നത്തെ ഭക്ഷ്യമന്ത്രിക്ക് പോലും സംശയം ഉയരുന്നു. മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്നത് ഇത് ഔട്ട് ഓഫ് അജണ്ടയായി ഞാൻ ക്യാബിനറ്റിൽ വെച്ചു, ആ ക്യാബിനറ്റിൽ വെക്കുന്നതിന് പ്രേരക ഘടകമായതും ഉമ്മൻചാണ്ടിയാണ്, ഞാൻ പ്രതി ഉമ്മൻചാണ്ടി സാക്ഷി. അതെന്താണ്, എന്തുകൊണ്ടാണ് എന്നത് സംബന്ധിച്ച വിലയിരുത്തൽ നിങ്ങൾ നടത്തിയാൽ മതി എന്നാണ് ടി.എച്ച്. മുസ്തഫ ചോദിക്കുന്നത്. അതായത് 2011 ഉമ്മൻചാണ്ടിയെ കൂടി പുനരന്വേഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ഉയർന്നിരുന്നു. അന്ന് പി കെ ഹനീഫയെ പാകിസ്ഥാൻ ചാരനെന്ന് പറഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അന്നത്തെ ക്യാബിനറ്റിൽ ഇപ്പോൾ താങ്കൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും ഈ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ, ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഉമ്മൻചാണ്ടിയും ടി.എച്ച്. മുസ്തഫയാണ് അന്നത്തെ ക്യാബിനറ്റിൽ പ്രതികളായി വരേണ്ടതോ അല്ലെങ്കിൽ പ്രതികളും സാക്ഷികളുമായി തീർന്നിട്ടുള്ളതോ ആയിട്ടുള്ള ആളുകൾ, എന്തെങ്കിലും സംശയം താങ്കൾക്ക് പുതുതായി ഉണ്ടാകുന്നുണ്ടോ? എനിക്കൊരു സംശയമുള്ളൂ. ജിജി പറഞ്ഞതനുസരിച്ച് നോട്ടുണ്ടായിരുന്നു എന്ന് ആ ക്യാബിനറ്റിൽ ഞങ്ങൾക്കറിയില്ലല്ലോ. ഒന്നാമത് ഫയലില്ല. ആകെപ്പാടുള്ളത് മുസ്തഫ പോലും ഫയൽ കണ്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. ആകെ ഉള്ളതെന്ന് പറയുന്നത് അവിടെ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ബ്രീഫ് ചെയ്ത കാര്യങ്ങളെ നമുക്കറിയത്തുള്ളൂ, അല്ലാത്ത ഒരു കാര്യവും നമുക്കറിയില്ല. പക്ഷെ തലേന്ന് തന്നെ ജിജി എന്നോട് ഇത് ടെൻഡർ വിളിക്കാൻ ഇത് തെറ്റാണ് സാറ്, ക്യാബിനറ്റ് ഞങ്ങളൊക്കെ ആകെ കൊഴിയുന്ന കാര്യമാണ്, സാറ് ക്യാബിനറ്റിൽ ഒന്ന് ഉന്നയിക്കണമെന്ന് പറഞ്ഞു. ഞാനത് ഉന്നയിക്കുകയും ചെയ്തു. കാരണം എനിക്കും സംശയം ഉണ്ടായിരുന്നു. 2 കാരണങ്ങളാണ് ഞങ്ങളോട് ഈ കാര്യത്തിൽ ഒരു നിർബന്ധമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ച കാര്യങ്ങൾ. അത് സത്യത്തിൽ മുസ്തഫ ഇത് അറിഞ്ഞോന്ന് സംശയം. ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് മുസ്തഫയുടെ ഈ ഫയൽ കൊണ്ട് കൊടുക്കുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ ചെന്നതിന് ശേഷമാണ്. മുസ്തഫ അത് ശരിക്കും പഠിച്ചോ ഇല്ലെന്ന് എനിക്ക് ഇപ്പോഴും സംശയമാണ്. ഏതായാലും ജിജി പറഞ്ഞ നേരത്തെ തന്നെ ഫയലിൽ ഇത് ആഗോള ടെൻഡർ വിളിക്കേണ്ടതാണെന്നുള്ള അഭിപ്രായം എഴുതിയെന്നുള്ള കാര്യം ഇന്ന് ചീഫ് സെക്രട്ടറി പറയുമ്പോഴാണ് ഞാൻ ബാലകൃഷ്ണപിള്ള അത് എങ്ങനെയാണ് സാധിക്കുക? ഒന്ന്, സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഫയൽ എങ്ങനെയാണ് സിവിൽ സപ്ലൈസ് MD കാണുക? 2, ഈ പറയുന്ന ഉത്തരവ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ജിജി തോംസൺ, ഒരാഴ്ച മുമ്പ് തന്നെ ജിജി തോംസൺ കരാറാക്കിയിരുന്നു. അങ്ങനെ ഒരാൾ ആഗോള ടെൻഡർ വിളിക്കാതിരുന്നത് മോശമായി എന്നെങ്ങനെ പറയും? അല്ല, എനിക്കറിയില്ല. ഞാനീ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കൂ. എനിക്കറിയില്ല, ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് ജിജി തോംസൺ തലേ ദിവസം എന്നോട് പറഞ്ഞത്. ക്യാബിനറ്റിലുണ്ടായ കാര്യം മുഴുവനും ഒന്ന് ചെറുതായിട്ട് പറഞ്ഞോട്ടെ. 2 കാര്യമാണ് പ്രധാനമായി ഉന്നയിച്ചത്. ഒന്ന്, ഇന്ന് 11 മണിക്ക് മുമ്പ് ഇതിന്റെ കടലാസുകളും ഇതിന്റെ അംഗീകാരത്തിലും കൊടുത്തില്ലെങ്കിൽ നമുക്ക് പാമായിൽ വാങ്ങുന്നത് നഷ്ടപ്പെടും. 2, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ 50,000 ടണ്ണിൽ പാമായിൽ വാങ്ങിയതിൽ നമ്മളെക്കാൾ കൂടിയ റേറ്റിനാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. ഈ 2 കാര്യവും വന്നപ്പോ അന്ന് ഈ കാര്യത്തിൽ എണ്ണയുടെ ബുദ്ധിമുട്ട് കേരളം അനുഭവിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അനുവദിച്ച ഈ സൗകര്യം ഉപയോഗിക്കണം എന്നൊരു നിർബന്ധമായ ഒരു തരത്തിലാണ് ഒരു എന്താ പറയേണ്ടത്, നമ്മൾ പറഞ്ഞാൽ നിങ്ങളത് വാങ്ങിയില്ലെങ്കിൽ നമുക്ക് പിന്നെ കിട്ടത്തില്ല. ദസറയ്ക്കാണത്, ദസറയാണ്, ഓണവും വിഷുവൊന്നും അല്ല, ദസറയാണ്. ദയവായി തുടരുക. ശ്രീ ടി.എച്ച്. മുസ്തഫ, ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അതായത് ക്യാബിനറ്റിൻ്റെ തലേ ദിവസം ആർ ബാലകൃഷ്ണപിള്ളയോട് ജിജി തോംസൺ പറഞ്ഞിരുന്നു, സർ ഇത് ആഗോള ടെൻഡർ വിളിക്കേണ്ടതാണ്, വിളിച്ചില്ല എങ്കിൽ ഞങ്ങളൊക്കെ കുടുങ്ങില്ലേ എന്ന് തലേ ദിവസം ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയോട് ജിജി തോംസൺ പറഞ്ഞിരുന്നു. അത് തെറ്റാണ്. കാരണം ഈ നവംബർ 27-ാം തീയതി ക്യാബിനറ്റ് ദിവസം മാത്രമാണ് രാവിലെ 7 മണിക്ക് സക്കറിയ മാത്യു വന്ന് ഫയൽ എഴുതുന്നത്. ഫയലിലെ ആദ്യത്തെ നോട്ട് സക്കറിയ മാത്യുവിൻ്റെയാണ്. അത് വിശദീകരിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഇതിന് ഉത്തരവുണ്ടായില്ലെങ്കിൽ നമുക്ക് അനുവദിക്കപ്പെട്ട പാം ഓയിൽ നഷ്ടപ്പെടും, ഇവിടെ ഭക്ഷ്യ എണ്ണയ്ക്ക് വലിയ ബുദ്ധിമുട്ട് വരും, സംഗതി കുഴപ്പത്തിലാവുമെന്നും പറഞ്ഞ് ചീഫ് സെക്രട്ടറി എഴുതിയത് 27-ാം തീയതിയാണ്. അപ്പൊ 26-ാം തീയതി
ജിജി തോംസൺ ബാലകൃഷ്ണനോട് ഇത് പറയാൻ ഇടയില്ല. അല്ല, ജിജി തോംസൺ ഈ വിഷയം അറിയാം. നിൽക്കൂ, ജിജി തോംസൺ ഈ വിഷയം അറിയാം. ജിജി തോംസൺ ഒരാഴ്ച മുമ്പ് തന്നെ കരാർ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ കരാർ ഉണ്ടാക്കാൻ വേണ്ടി ജിജി തോംസണുമിൽ വലിയ സമ്മർദ്ദമുണ്ടാവുകയും ജിജി തോംസൺ മലേഷ്യയിൽ 2 വട്ടവും ചെന്നൈയിൽ 1 പ്രാവശ്യവും പോയി കരാർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത് ജിജി തോംസന്റെ മനസ്സിലുണ്ട്. അപ്പോൾ ജിജി തോംസൺ ആ സമ്മർദ്ദത്തിലായിരിക്കാം ഒരുപക്ഷെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയോട് പറയാവുന്നത്, നാളെ ഇത് ക്യാബിനറ്റിൽ വരികയാണ്, ഇത് ഈ നിലയിലാണ് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ ക്യാബിനറ്റിൽ വരുന്ന വിവരം ജിജി തോമസിന് തലേ ദിവസം അറിയില്ല. ഈ സക്കറിയ മാത്യുവും പത്മകുമാറും കൂടി എഴുതിയ ഫയലിന് ക്യാബിനറ്റിന് അയക്കാൻ 27-ാം തീയതി ക്യാബിനറ്റ് ദിവസം മാത്രമേ ഞാൻ തീരുമാനിക്കുന്നുള്ളൂ. 1. 2, ഒരാഴ്ച മുമ്പ് ജിജി തോമസിന് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. ക്യാബിനറ്റ് തീരുമാനം കഴിഞ്ഞതിന് ശേഷമാണ് ജിജി തോമസിന് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലല്ല, നമുക്ക് കിട്ടുന്ന ഡേറ്റിൽ ഡോക്ടർ ഐസക് താങ്കൾക്ക് ഡേറ്റ് ഓർമ്മയുണ്ടോ? അതായത് നവംബർ 27-നാണ് ക്യാബിനറ്റ്. അതിന് ഒരാഴ്ച മുമ്പ് ജിജി തോംസൺ ഇവരുമായി കരാർ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ മേശപ്പുറത്തുള്ള രേഖകൾ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചാൽ പോരല്ലോ. കാര്യങ്ങളായിട്ട് കണ്ട് തീരുമാനമെടുക്കണ്ടേ നമുക്ക്. ദയവായി തുടരുക. ഡോക്ടർ ഐസക് താങ്കൾ എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? ഔപചാരികമായിട്ടുള്ള ക്യാബിനറ്റ് തീരുമാനം വരുന്നതിന് മുമ്പ് ഇത് ഇന്ന കരാറുകാരിൽ നിന്ന് വാങ്ങുന്നതിന്, ഇന്ന വിലക്ക് വാങ്ങുന്നതിനൊക്കെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ക്യാബിനറ്റൊന്നും അല്ല തീരുമാനിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് തന്നെ അതിന് ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ 2-3 പേര് കൂടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരും മിടുക്കന്മാരാണ്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അത് ഫലപ്രദമായി നടപ്പാക്കാൻ അറിയാം. അതാണ് അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. പക്ഷെ അവർ ഇതിലുള്ള തെറ്റ്, ജിജി തോംസൺ പറയുന്ന പോലെ ഇത് നടപ്പാക്കാൻ പോയപ്പോൾ തങ്ങൾക്ക് ബോധ്യമായിരുന്നു ഇത് നടപടിക്രമം ശരിയല്ല, ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൈസ് ഡിസ്കവറി മെക്കാനിസം വേണം, ടെൻഡർ വിളിക്കണം, അല്ലാതെ നേരിട്ട് മേടിക്കുന്നത് ശരിയല്ല എന്നൊന്നുണ്ടായിരുന്നെങ്കിൽ അതൊരു പക്ഷെ പറഞ്ഞു കാണാം. പക്ഷെ പറഞ്ഞാൽ പോരാ, ഫയലിൽ എഴുതണമായിരുന്നു. അങ്ങനെ ഫയലിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ കേസ് വേറെയാണ്. പക്ഷേ അങ്ങനെ ഫയലിൽ എഴുതിയായിട്ട് ഇതുവരെ ഇത് സംബന്ധിച്ച ചർച്ചകളിൽ അതാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത്. മുസ്തഫ പറഞ്ഞതുപോലെ 27-ാം തീയതി ക്യാബിനറ്റ് ദിവസം രാവിലെയാണ് ഇത് സക്കറിയ മാത്യു TH മുസ്തഫയെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ പത്മകുമാറാണ് അതിന്റെ വിശദീകരണ രൂപം ഉണ്ടാക്കിയത്. പത്മകുമാറാണ് ഏൽപ്പിച്ചത്. അപ്പൊ അന്ന് പത്മകുമാർ ഈ ഫയൽ ഏൽപ്പിച്ചപ്പോഴാണ് അന്നത്തെ ക്യാബിനറ്റിൽ, അതായത് 27-ാം തീയതിയാണ് തീരുമാനിക്കുന്നത് ഇത് ഇന്നത്തെ ക്യാബിനറ്റിൽ ഔട്ട് ഓഫ് അജണ്ടയായി കൊണ്ടുവരണമെന്ന്. അപ്പോൾ എങ്ങനെയാണ് ജിജി തോംസൺ നാളത്തെ ക്യാബിനറ്റിൽ ഇത് വരാൻ പോകുന്നു എന്നറിഞ്ഞത്? ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയോടാണ് ചോദ്യം. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പത്മകുമാറിൽ നിന്നോ സക്കറിയ മാത്യുവിൽ നിന്നോ ആയിരിക്കും. ഇല്ല, കാരണം ഇത് ക്ഷമിക്കണം ഇടപെടുന്നത് കൊണ്ട് നേരത്തെ ശ്രീ TH മുസ്തഫ പറഞ്ഞത് ഇത് ക്യാബിനറ്റിൽ കൊണ്ടുവരാതെ TH മുസ്തഫയിൽ നിന്നൊരു ഒപ്പ് വാങ്ങി നടപ്പിലാക്കാനായിരുന്നു സക്കറിയ മാത്യുവും പത്മകുമാറും ശ്രമിച്ചത്. പക്ഷേ ഇതിൽ അപാകതയുണ്ടെന്ന് മനസ്സിലാക്കിയ TH മുസ്തഫ ക്യാബിനറ്റിൽ ഔട്ട് ഓഫ് അജണ്ടയായി കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ക്യാബിനറ്റിൽ ഇത് വരണമെന്ന് തീരുമാനിച്ച ഒരേ ഒരാൾ TH മുസ്തഫയായിരുന്നു. അതിപ്പോ എനിക്കിപ്പോ ഇതിനകത്ത് കള്ളമൊന്നും എന്നോട് ചോദിക്കുന്നുണ്ട് പറയില്ല. അതായത് തലേ ദിവസം പിറ്റേന്നത്തെ ക്യാബിനറ്റിൽ വരുമെന്ന് ജിജിക്ക് അറിയാമായിരുന്നു എന്ന് എനിക്ക് വ്യക്തമായി ഇപ്പോഴും ബോധ്യമുണ്ട്. ജിജിയും ജീവിച്ചിരിപ്പുണ്ട്, ഞാനും ജീവിച്ചിരിപ്പുണ്ട്, മറ്റു പല മന്ത്രിമാർക്കും അറിയാം. എന്നോട് പിറ്റേ ദിവസം ഇത് വരുമെന്ന് ചിലപ്പോ പിന്നെ മുസ്തഫ, ഞാൻ ചോദിക്കുന്ന മുസ്തഫ ഈ വയ്യാവലിയിലൊക്കെ ചെന്ന് എന്തിനാ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ് എനിക്കിപ്പോഴും മനസ്സിലാകുന്നുള്ളൂ. മുസ്തഫയുടെ പങ്ക് അതിനകത്ത് എന്തോ ഉണ്ടെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. മുസ്തഫ എന്തിനാ ഇതിനൊക്കെ പോയി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? മുസ്തഫ ചിലപ്പോൾ അന്ന് രാവിലെ ആയിരിക്കും ഫയല് കണ്ടത്. പക്ഷെ ഫയൽ ഉണ്ടാക്കുന്നതും കാര്യങ്ങളും തലേന്ന് വൈകിട്ട് തന്നെ. അല്ല, ഇവിടെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ശരിയാണ്, നമുക്കത് മുസ്തഫയോട് ചോദിക്കാം. പക്ഷേ ഇവിടെ ജിജി തോംസൺ ഇതിനകം തന്നെ വിജിലൻസ് കോടതിയിൽ, ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് വിടുതൽ ഹർജിയുമായി. ഇതുവരെ അങ്ങനെ ഒരു വിയോജനക്കുറിപ്പ് അദ്ദേഹം രചിച്ചതായി ഒരു കോടതിയിലും അദ്ദേഹം അറിയിച്ചിട്ടില്ല.
കോടതി അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നേരത്തെ ഡോക്ടർ ടി എം തോമസ് ഐസക് ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതെങ്കിലും കോടതി ഇങ്ങനെ ഒരു വിയോജിപ്പിനെ കുറിപ്പ് ജിജി തോമസിന് എഴുതിയിട്ടുണ്ടെന്ന് കണ്ടാൽ തിരിച്ച് വീട്ടിൽ കാർ വിളിച്ച് പറഞ്ഞയക്കില്ലായിരുന്നോ? അത് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ ഒരു വിയോജനക്കുറിപ്പ് ഉണ്ട് എന്ന് പറയുന്നത് ആരെയെങ്കിലും പറ്റിക്കാനാണോ? ആരോടാ? ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. അതായത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് തലേന്ന് തന്നെ ജിജിക്ക് ഇത് അറിയാൻ പറ്റും. പിന്നെ ജിജിയുടെ എഴുതിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മുസ്തഫയ്ക്ക് അറിയാവുന്ന ഫയൽ അദ്ദേഹമാണ് കണ്ടിട്ടുള്ളത്. ജിജി അങ്ങനെ എഴുതിയിരുന്നോ, മുസ്തഫയുടെ ഈ ഫയൽ കിട്ടുമ്പോൾ ജിജിയുടെ ഈ നോട്ട് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അല്ല ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, അതിനൊക്കെ നമ്മൾ തർക്കിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു കുറിപ്പ് അദ്ദേഹത്തിൻ്റെതായി ഉണ്ട് എങ്കിൽ അദ്ദേഹം അത് കോടതിയിൽ സമർപ്പിക്കുമായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ വിടുതൽ ഹർജി ആ ഒരു കാരണം കൊണ്ട് തന്നെ അംഗീകരിക്കുമായിരുന്നില്ലേ? നികേഷേ, ആ ഫയല് പോലീസ് എടുത്തുകൊണ്ടുപോയി. പോലീസ് കൊണ്ടുപോയിട്ട് വിജിലൻസുകാരുടെ കൈവശമില്ലേ? ഇത് നശിപ്പിച്ചില്ലല്ലോ, കേസ് കിടക്കുകയല്ലേ. അതിപ്പോ പരിശോധിക്കാമല്ലോ. ജിജി പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന് ഫയലിൽ പരിശോധിച്ചാൽ പോലെ. രണ്ടാമത് എഴുതി ചേർക്കാനൊന്നും പറ്റില്ല. പോലീസിന്റെ കയ്യിലല്ലേ, കോടതിയിലല്ലേ തെളിവുകൾ, ഫയൽ മുഴുവൻ കോടതിയിലല്ലേ. അപ്പൊ ആ സാഹചര്യത്തിൽ രണ്ടാമത് എഴുതി ചേർക്കാനൊന്നും പറ്റില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. എനിക്കറിയില്ല. തുടരുക. ശ്രീ ടി എച്ച് മുസ്തഫ, ഇതിൽ താങ്കളെ രാഷ്ട്രീയമായി കൊടുക്കാൻ അന്ന് 91-96 സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കെ കരുണാകരനെയും ടി എച്ച് മുസ്തഫയെയുമാണ് ഈ പറയുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക് പോലും ലക്ഷ്യം വെച്ചത്. ഞങ്ങൾ അന്ന്, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ ഐസക് താങ്കൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം തെറ്റാണെങ്കിൽ, ഞങ്ങൾ അന്ന് ബെയിൽ ഔട്ട് ചെയ്തിരുന്നു ഉമ്മൻചാണ്ടിയെ. അന്നത്തെ രാഷ്ട്രീയ അവസ്ഥ അങ്ങനെയായിരുന്നു. എന്തായിരുന്നു താങ്കൾ നിയമസഭയിൽ പറഞ്ഞത് ഡോക്ടർ ഐസക് ഉമ്മൻചാണ്ടിയെ ബെയിൽ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി? മനസ്സിലായില്ല എനിക്ക്. ഞാൻ തോമസ് ഐസക്കിനോടാണ് ചോദിക്കുന്നത്. ഹലോ, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ഞാൻ തോമസ് ഐസക്കിനോട് ഒരു ചോദ്യം. ആ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഉന്നയിക്കാതിരിക്കാൻ കാരണം ഈ വിവരങ്ങളെല്ലാം പ്രതിപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു പങ്ക് ഉമ്മൻചാണ്ടിക്കും ഉണ്ട്. അന്നത്തെ ആ ഗ്രൂപ്പ് സമവാക്യത്തിൽ അനിവാര്യമായിട്ട് ഉണ്ടായിരുന്ന ലീക്കേജുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ ഘട്ടത്തിൽ അത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നില്ല. യഥാർത്ഥത്തിൽ മുസ്തഫജിയുടെ തന്നെ ഒരു പ്രസ്താവന വന്നപ്പോഴാണ് അതിലേക്ക് പുതിയ വെളിച്ചം വന്നത്. ഇതിൽ ധനമന്ത്രി എന്ന നിലയിൽ തന്നെ അംഗീകാരം നൽകിയിട്ടുണ്ട്. മുസ്തഫയല്ലേ ചോദിച്ചത് എങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ചെയ്ത് ഒന്ന് തന്നെ, രണ്ടുപേരും പറഞ്ഞ് ക്യാബിനറ്റിൽ വെക്കാനാണ്, ഒരാളെങ്ങനെ സാക്ഷിയും ഒരാളെങ്ങനെ പ്രതിയുമായി എന്നുള്ള ചോദ്യം ചോദിച്ചത് അങ്ങല്ലേ? ഇവിടെ ഇപ്പോൾ ഡോക്ടർ ഐസക് പറയുന്നത് കൂടി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ് എനിക്ക്, അതായത് CPM-ന് ഈ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തൽക്കാലം ഉമ്മൻചാണ്ടി 23-ാം സാക്ഷിയായി നിൽക്കട്ടെ എന്ന് അന്നത്തെ പ്രതിപക്ഷം കരുതുകയായിരുന്നു. താങ്കളന്ന് കെ കരുണാകരനോടൊപ്പമായിരുന്നു. താങ്കളെ പ്രതിയാക്കാൻ അതും കാരണമാണ്. ഈ കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസം അന്ന് ഇതിനെ വാദിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗത്തെ അന്നത്തെ പ്രതിപക്ഷം സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ഞങ്ങൾ അന്ന് തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ശ്രീ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായി 2 പ്രാവശ്യം വന്നു. എന്തുകൊണ്ട് ആ ഫയല് പരിശോധിച്ച് ഞങ്ങൾ തെറ്റ് ചെയ്തു എങ്കിൽ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? പരസ്യമായി ജനങ്ങളുടെ മുമ്പാകെ അത് പറഞ്ഞില്ല. അല്ല, അവർ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നത് കൊണ്ടാണല്ലോ നിരവധി തവണ ഈ കേസ് പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ പിൻവലിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്ത് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ദയവായി തുടരുക. ഞാൻ താങ്കളേക്ക് ഒരിക്കൽ കൂടി മടങ്ങിയെത്താം. BC ജോജോ ഈ വിഷയം പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന പത്രപ്രവർത്തകൻ ശ്രീ BC ജോജോ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട തർക്കം, അല്ലെങ്കിൽ എന്നെ തിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, സർക്കാർ ഉത്തരവിറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ജിജി തോംസൺ കരാർ ഉണ്ടാക്കിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശ്രീ ടി എച്ച് മുസ്തഫ അത് തിരുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് സത്യാവസ്ഥ? ഈ യഥാർത്ഥത്തിൽ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്ത പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതുവരെ ഇത് സംബന്ധിച്ച് ഒരു TV ഡിബേറ്റിലോ പരസ്യ പ്രസ്താവനയ്ക്കോ ഞാൻ ഇതുവരെ മുതിർന്നിട്ടില്ല. ഒന്നാമത്തെ സംഗതി,
മന്ത്രിസഭ തീരുമാനമെടുക്കുന്നത് 1991 നവംബർ 27 തീയതിയാണ്. യഥാർത്ഥത്തിൽ PND കമ്പനിയെ ഇറക്കുമതി ഏജന്റാക്കിക്കൊണ്ട് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി തേടിക്കൊണ്ടുള്ള ഫോർമലായിട്ടുള്ള കത്ത് ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി, അന്നത്തെ ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി PJ തോമസ് ടെലിപ്രിന്റർ മെസ്സേജ് അയക്കുന്നത് നവംബർ 18 മന്ത്രിസഭാ തീരുമാനം വരുന്നതിനും എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ആൾറെഡി അയച്ചു കഴിഞ്ഞു. അദ്ദേഹം ആ കത്തിൽ പറയുന്നത് പ്രപ്പോസ്ഡ് സപ്ലയർ എന്നേ പറയുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം നമുക്ക് തോന്നും പ്രപ്പോസ് സപ്ലയർ ആരാണ്. അത് അദ്ദേഹം പറയുന്നുണ്ട് ചീഫ് മിനിസ്റ്ററുടെ കത്ത്, ആഗസ്റ്റിൽ ചീഫ് മിനിസ്റ്റർ അയച്ച കത്ത്, ആ കത്തിന്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള കത്താണ് എന്ന് അദ്ദേഹം ആ കത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയാം ചീഫ് മിനിസ്റ്റർ കരുണാകരൻ 1991 ആഗസ്റ്റില് പ്രധാനമന്ത്രിക്ക് അയച്ച കത്താണ് ഈ PND കമ്പനിയെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള കത്ത്. ഇതാണ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നീട് ഫോർമലായിട്ടുള്ള കത്ത് മന്ത്രിസഭാ തീരുമാനം വരുന്നതിനും എത്രയോ ദിവസം മുമ്പേ PJ തോമസ് ഫുഡ് സെക്രട്ടറി അയച്ചു കഴിഞ്ഞു. പിന്നെ ഈ മന്ത്രിസഭാ തീരുമാനം എന്നൊക്കെ പറയുന്നത് വെറും ഫാക്ട്സ് ആണ്, അതൊരു റാറ്റിഫിക്കേഷൻ മാത്രമാണ്. ഇതാണ് സത്യം. പിന്നെ ശ്രീ തോമസ് ഐസക് പറയുന്നത് കേട്ടു, ഈ വിവരങ്ങളെല്ലാം പ്രതിപക്ഷത്തിന് കിട്ടിയത് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നാണ്. പൂർണ്ണമായും തെറ്റാണ്. ഈ വിവരങ്ങളെല്ലാം കൊടുത്തത് ഞാനാണ്. എനിക്ക് കോൺഗ്രസ് വൃത്തങ്ങളിൽ നല്ലത് കിട്ടിയിട്ടുള്ളത്. എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളതെന്ന് പേര് പറയാതെ അത് സംബന്ധിച്ച് വിശദമായ ഒരു ലേഖനം കലാകൗമുദിയിൽ 1998 തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. എത്രയോ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാര് നമുക്ക് ഇവിടെ ഒരു പൊതു സംശയം ഉണ്ടാകാനിടയുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ താങ്കളുടെ ഒരു അഭിമുഖം എടുത്തിട്ടുമുണ്ട് ആ വിഷയത്തിൽ. പക്ഷേ അതിലൊരു വിശദീകരണം കൂടി നൽകാൻ ശ്രീ BC ജോജോ ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും ഒക്കെ MLA ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് നിരന്തരമായി K കരുണാകരനെതിരെ വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാമോലിൻ വിവരങ്ങളും രേഖകളും താങ്കൾക്ക് കിട്ടിയത്. ഒരിക്കലുമല്ല എന്ന് മാത്രമല്ല, ഇത് ഒരിക്കലും അവരാരും എന്റെ മുഖത്ത് നോക്കി പറയത്തില്ല. അവരെയൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഞാനത് വളരെ വ്യക്തമായും വളരെ വിശദമായും ഒരു ലേഖനത്തിൽ എവിടെ നിന്നാണ് ഇത് കിട്ടിയത് അയാളുടെ പേര് പറയാതെ എഴുതിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സത്യസന്ധരായ ഉദ്യോഗസ്ഥർ, ഇതിനൊക്കെ സാക്ഷികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഇത് കണ്ട് മനമെടുത്ത ഉദ്യോഗസ്ഥർ, അവരിൽ നിന്നാണ് കിട്ടിയത്. അത് ഞാൻ ഉദ്ദേശം പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ബാക്കി ആ സർക്കംസ്റ്റൻസും ആ കഥ മുഴുവൻ വളരെ സത്യസന്ധമായി. പിന്നെന്താണ് അതിനകത്ത് എവിടുന്നാണ് വന്നതെന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. പിന്നെ CPM-കാര് കോൺഗ്രസ്സുകാരിൽ നിന്ന് കിട്ടുന്നത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം അവർക്ക് കോൺഗ്രസിൽ നിന്ന് കിട്ടുന്നതിനെ കൂടുതൽ രാഷ്ട്രീയമായിട്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷെ എനിക്കറിയാം, സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് ഞാനല്ലേ. എന്റെ പത്രം ഇതിന്റെ പ്രധാനപ്പെട്ട രേഖകൾ അടിക്കാൻ വിസമ്മതിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ എനിക്ക് അന്നത്തെ പ്രതിപക്ഷ നേതാവിന് ഈ രേഖകൾ ഞങ്ങളുടെ മാനേജ്മെന്റ് അനുമതിയോട് വേണ്ടത് കൂടെ തന്നെ കൈമാറേണ്ടി വന്നു. സമയം പോകുന്നു BC ജോജോ, അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാതെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. നമുക്ക് ടെൻഡർ വിളിക്കാതെ പാമോലിൻ ഇറക്കുമതി ചെയ്തത് തെറ്റായിരുന്നു എന്ന് ഇന്നിപ്പോൾ GG തോംസൺ പറയാൻ എന്താണ് കാരണം? ഞാൻ പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളാണ്. GG തോംസൺ മന്ത്രിസഭാ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഇത് തെറ്റായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ടെൻഡർ വിളിക്കണമായിരുന്നു എന്ന് ഫയലിൽ എഴുതി വെച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ്. ഒന്നാമത്, അദ്ദേഹം ഗവൺമെന്റ് ഫയലിൽ അദ്ദേഹത്തിന് അസസ്സേ ഇല്ല. രണ്ട്, അദ്ദേഹം ഈ തീരുമാനം വരുന്ന മന്ത്രിസഭാ തീരുമാനം വരുന്ന നവംബർ 27 ഒരു ദിവസം മുമ്പേ നവംബർ 26 സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഫയലിൽ MD എന്നുള്ള രീതി അദ്ദേഹം ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്. ആ നോട്ടിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ആകെ ഉള്ളത് ഏജന്റായിട്ട് ഇറക്കുമതി ഏജന്റായിട്ടുള്ളത് PND കമ്പനിയാണ് എന്നുള്ള സത്യസന്ധമായ കാര്യം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത് ഇറക്കുമതിക്ക് ടെൻഡർ വിളിക്കണമായിരുന്നെന്നോ ഇത് ചെയ്ത മുഴുവൻ തെറ്റാണെന്നോ അദ്ദേഹം രേഖപ്പെടുത്തിയെന്ന് അദ്ദേഹത്തിന് മാത്രമേ വ്യാഖ്യാനിക്കാൻ പറ്റൂ. വേറെ ആർക്കും വ്യാഖ്യാനിക്കാൻ അങ്ങനെ പറ്റുകയില്ല. പിന്നെ അതിനകത്ത് ആദ്യം അദ്ദേഹം കേരളകൗമുദിക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ ഏതാനും ദിവസം മുമ്പ് പറഞ്ഞു, മന്ത്രിസഭാ തീരുമാനത്തിന് ശേഷമാണ് താൻ ഇക്കാര്യം അറിയുന്നത്. മന്ത്രിസഭാ തീരുമാനം 27 വരുന്നു, 26 അദ്ദേഹത്തെ എല്ലാ വിശദവിവരങ്ങളും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ബേസിക്കലി അദ്ദേഹം സത്യസന്ധം അല്ലാത്ത കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് അദ്ദേഹത്തിന് എനിക്കറിഞ്ഞുകൂടാ. അല്ല, ഇവിടെ ചില വിഷയങ്ങൾ കൂടി ഇന്നിപ്പോൾ പുതുതായി ഉയർന്നു വന്നിട്ടുണ്ട്. ശ്രീ TH മുസ്തഫ പറയുകയായിരുന്നു, 2 തവണ ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ അദ്ദേഹം മലേഷ്യയിൽ പോയി മദ്രാസിൽ ചെന്ന് കരാർ ഒപ്പിട്ടു. കൊച്ചിയിൽ താജ് ഹോട്ടലിൽ ഒരു ബന്ദ് ദിവസമായിരുന്നു ഈ കരാർ ഒപ്പിട്ടത്, പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി. ആ താല്പര്യം എങ്ങനെ ഉണ്ടായി എന്ന് GG തോംസൺ വ്യക്തമാക്കണമെന്നാണ് ഭക്ഷ്യമന്ത്രിയായിരുന്ന TH മുസ്തഫ ആവശ്യപ്പെടുന്നത്. അല്ല, TH മുസ്തഫ പറഞ്ഞതിനകത്ത് ഒരു കാര്യം ഞാൻ വളരെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കും. കരാർ ഒപ്പിട്ടത് നവംബർ 30-നാണ്.
ഈ സംബന്ധിച്ചുള്ള ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങുന്നത് ഡിസംബർ 5 മാത്രമാണ്, 6 ദിവസം കഴിഞ്ഞ ശേഷം. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുമായിട്ട് ഗവൺമെന്റിനുള്ള മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം ഗവൺമെന്റിന്റെ ഡയറക്ഷൻ റിട്ടേൺ ഉത്തരവില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പം റിട്ടേൺ ഉത്തരവ് പോലും ഇല്ലാതെ ഈ കരാർ 30-ാം തീയതി ജിജി തോമസ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ക്രിമിനൽ ഗൂഢാലോചന. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതി ഇദ്ദേഹത്തിന്റെ ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളിയ ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്യണമെന്നുള്ള ഇദ്ദേഹത്തിന്റെ ആവശ്യം സുപ്രീം കോടതി നിരാകരിച്ചത്. എന്ന് മാത്രമല്ല സുപ്രീം കോടതി പറയുകയും ചെയ്തു. നിക്കോ ടി.എച്ച്. മുസ്തഫ, ക്രിമിനൽ ഗൂഢാലോചന താങ്കൾ അറിഞ്ഞില്ലേ? ഹലോ, ആ ക്രിമിനൽ ഗൂഢാലോചന താങ്കൾ അറിഞ്ഞില്ലേ? ഇല്ല, എനിക്ക് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ പങ്കില്ലല്ലോ, ഞാൻ അവരുടെ കൂടെ അല്ല. ശ്രീ ബി.സി. ജോജോ, ഇപ്പോൾ ശ്രീ ടി.എച്ച്. മുസ്തഫ പറയുന്നത് പത്മകുമാറും സക്കറിയ മാത്യുവും ജിജി തോംസണും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഗൂഢാലോചനയാണിത്, ഞങ്ങൾക്ക് പങ്ക് കിട്ടിയിട്ടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ മുസ്തഫ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരോട് ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുസ്തഫയ്ക്ക് ഇതിനകത്ത് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. ശ്രീ തോമസ് ഐസക് പറഞ്ഞതുപോലെ അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തണമായിരുന്നു. അതല്ലേ ഒരു മന്ത്രിയുടെ അവകാശം എന്ന് പറയുന്നത്. താൻ അറിയാതെയാണ് നടന്നിരിക്കുന്നത്, തന്റെ വകുപ്പ് ഇത് ചെയ്തിരിക്കുന്നത് തന്റെ അറിവോടെ അല്ല, ഇത് സംബന്ധിച്ച് എനിക്ക് ഉത്തരവാദിത്തമില്ല, അത് നിങ്ങൾ കൂട്ടായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്ന് അദ്ദേഹം എഴുതണമായിരുന്നു. അതിനോട് യോജിക്കുന്നതാണ്, അത് ലോകത്തുള്ള എല്ലാവർക്കും വ്യക്തമാണ്. അതൊക്കെ നമുക്ക് നിലപാടെടുക്കാമെന്നല്ലാതെ ഇപ്പൊ ടി.എച്ച്. മുസ്തഫ പറയുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിരപരാധിത്വം എങ്ങനെയെങ്കിലും വെളിപ്പെടണമെന്ന് അദ്ദേഹത്തിന്റെ ഒരു ടോണിലുണ്ട്. അന്ന് പത്മകുമാർ, കൃഷ്ണകുമാർ, സക്കറിയ മാത്യു, അതുപോലെ തന്നെ ജിജി തോംസൺ, ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെങ്കിൽ ഈ സർക്കാരിന്റെ അജ്ഞതയെ മുതലെടുക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ചോദ്യമാണ്. ശ്രീ നികേഷ്, ശ്രീ മുസ്തഫയുടെ നിരപരാധിത്വം വെളിപ്പെടുത്താനുള്ള ഏക മാർഗം ഈ കേസിന്റെ വിചാരണ നടക്കുകയാണ്. അല്ലാതെ ഈ കേസിൽ നിന്ന് വിടുതൽ ഹർജി കൊടുത്ത് അത് 2 പ്രാവശ്യം മുസ്തഫയുടെ തള്ളിപ്പോയി. ആ പ്രോസസ് അല്ല വേണ്ടത്. ജിജി തോംസനും മുസ്തഫയുമെല്ലാം വിചാരണ നേരിടാൻ തയ്യാറാകുക, വിചാരണയിൽ കൂടെ അവരുടെ നിരപരാധിത്വം തെളിയിക്കുക. നിരപരാധിയാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് താല്പര്യമില്ലാതിരുന്നിട്ട് കൂടി ഇവിടെ ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തത്തെ കുറിച്ചാണ് ഡോക്ടർ ഐസക് തുടർച്ചയായി സംശയം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാവിലെ ക്യാബിനറ്റിന്റെ ദിവസം സക്കറിയ മാത്യു പത്മകുമാർ വിശദീകരിച്ചെഴുതിയ ഫയലുമായി, പത്മകുമാർ തന്നെയാണെന്ന് അദ്ദേഹം പിന്നീട് പറയുന്നു, പത്മകുമാർ നൽകുന്ന ഫയല് ക്യാബിനറ്റിൽ വെക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നു. അതിന് പ്രൊപ്പോസ് ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി ഇതിൽ സാക്ഷിയാകുന്നത്, ഗ്രൂപ്പ് സാക്ഷി മാത്രമായത് ഗ്രൂപ്പ് താല്പര്യം കൊണ്ടാണെന്ന് ഇപ്പോൾ ശ്രീ ടി.എച്ച്. മുസ്തഫ സംശയിക്കുന്നുണ്ട്. വരികൾക്കിടയിൽ അത് നമുക്ക് വായിക്കാം. എനിക്ക് പറയുന്നത് യഥാർത്ഥത്തിൽ നവംബർ 26-ാം തീയതിയാണ് സക്കറിയ മാത്യു ഈ കുറിപ്പ് തയ്യാറാക്കുന്നത്. 26-ാം തീയതിയാണ് ഈ കുറിപ്പ് തയ്യാറാക്കുന്നത്. 27-ാം തീയതി എന്നുള്ള നോട്ട് വെച്ച് ഈ ഡേറ്റ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അത് യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് നോട്ടാണ്, ക്യാബിനറ്റ് നോട്ട് അല്ല. അഡ്മിനിസ്ട്രേറ്റീവ് നോട്ടാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഇത്രയും ആൾക്കാരുടെ അനുമതി വേണമെന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അവരെല്ലാം അതിനകത്ത് അനുമതി കൊടുത്തു. എന്നിട്ട് ഇപ്പൊ മുസ്തഫ ഞാൻ മന്ത്രിസഭയിൽ ഒപ്പിടാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം മന്ത്രിസഭയിൽ വെക്കാൻ പറഞ്ഞു എന്നതിന്റെ അർത്ഥം ഈ ക്യാബിനറ്റ് നോട്ടിന് അംഗീകാരം കൊടുത്ത ശേഷമാണ് അത് ചെയ്തിരിക്കുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് യഥാർത്ഥത്തിൽ മുസ്തഫയ്ക്ക് ഇതിനകത്ത് റോൾ ഇല്ലെങ്കിൽ പോലും രേഖാപരമായി റോൾ ഉണ്ട്. അതാണ് പ്രശ്നം. ഇതെല്ലാം വിചാരണയെ തെളിയട്ടെ. ശ്രീ ടി.എച്ച്. മുസ്തഫ, ഇക്കാര്യത്തിൽ താങ്കൾക്ക് പറയാൻ കഴിയുന്നതെല്ലാം പറയുക എന്നുള്ളതല്ലേ താങ്കളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി രാഷ്ട്രീയ വനവാസത്തിന് വിട്ടവരോടുള്ള താങ്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം? എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. എന്നോട് അനുവാദം ചോദിച്ചു വന്ന ഫയലിൽ ഞാൻ അനുവാദം കൊടുക്കാതെ ഇത് ഇന്ന് കൂടുന്ന ക്യാബിനറ്റിന്റെ പരിഗണനയ്ക്ക് എന്ന് പറഞ്ഞയച്ചാൽ ആ തീരുമാനം, ഇവരുടെ അഭിപ്രായം ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ മലയാളം അർത്ഥം. പിന്നെ അത് വ്യാഖ്യാനിക്കുന്നവരുടെ ഇഷ്ടാനുസരിച്ച് വ്യാഖ്യാനിച്ചോട്ടെ, എനിക്ക് വിരോധമില്ല. ഞാൻ ഇത് അംഗീകരിച്ചില്ല എന്നല്ല പറയേണ്ടത്. എനിക്ക് എന്റെ അനുവാദത്തിലാവട്ടെ, അത് ഞാൻ അംഗീകരിക്കാതെ ക്യാബിനറ്റ് അയച്ചപ്പോൾ ഞാൻ അത് അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മലയാളത്തിലർത്ഥം. ശരി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇത് സബ് ജുഡീസാണ്. ഇപ്പോൾ വിചാരണ നടക്കുന്നുണ്ട് തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ. കാരണം കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ കേസ്
പിൻവലിക്കാനുള്ള ഉമ്മൻചാണ്ടിയുടെ തീരുമാനം റദ്ദ് ചെയ്തതുകൊണ്ട് തന്നെ. അങ്ങനെ സബ്ജുഡീസ് ആയ ഒരു മാറ്ററിൽ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ അഭിപ്രായം പറയാൻ കഴിയുമോ? അതിനൊരു സാധാരണ കേസിലെ സാധാരണ പ്രതിക്ക് പോലും ഇങ്ങനെയൊരു പൊതു ചർച്ച ആ വിഷയത്തിൽ നടത്താൻ കഴിയില്ല. കേസിൻ്റെ മെറിറ്റ് പൊതു ചർച്ചയ്ക്ക് വിഷയമാക്കാൻ കഴിയില്ല. ഇവിടെ ജിജി തോംസൺ ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായ ജിജി തോംസൺ ഇത്തരത്തിൽ പരസ്യമായി പ്രസ്താവന നടത്തുക, അത് വലിയ ചർച്ചാ വിഷയമാക്കുക, അത് തീർച്ചയായും നികേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ സബ് ജുഡീസ് എന്ന ഒഫൻസിൽ പെടുന്നത് തന്നെയാണ്. അതുകൊണ്ട് എന്തിനു വേണ്ടി അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ചെയ്തു? അദ്ദേഹം പലപ്പോഴും പല അസൗകര്യം ഉളവാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്, സമീപകാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വിഭിന്നമായി അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുള്ള, അദ്ദേഹം പ്രതിയായിട്ടുള്ള വിചാരണ നടക്കുന്ന ഒരു കേസിൽ ചീഫ് സെക്രട്ടറിയായ ജിജി തോംസൺ ഇപ്രകാരം ഒരു പരസ്യ പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു. അങ്ങനെ നടത്തിയപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് അറിയാവുന്ന ആൾ തന്നെയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് വ്യക്തമല്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചീഫ് സെക്രട്ടറിയോട് സംസ്ഥാന മന്ത്രിസഭ വിശദീകരണം ചോദിക്കേണ്ടതുണ്ടോ ഈ വിഷയത്തിൽ? അല്ല, വിശദീകരണം ചോദിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട മുഖ്യമന്ത്രിയാണ്. പക്ഷേ ഇവിടെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെയും നികേഷ് പറഞ്ഞ പോലെയും അദ്ദേഹം ഇന്ന് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്. കോടതിയിൽ വിചാരണയ്ക്കിരിക്കുന്ന ഒരു കേസിനെ കുറിച്ചാണ് അദ്ദേഹം പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. അത് സബ്ജുഡീസ് ആണെന്ന് മാത്രമല്ല, പ്രജുഡീസുമാണ്. കാരണം അദ്ദേഹം ഇങ്ങനെ ഫയലിൽ എഴുതി വച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ വിചാരണാ ഘട്ടത്തിൽ പല ആവർത്തി അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോഴും കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി മാറ്റുമായിരുന്നു. മാത്രമല്ല, ഇത് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തിയ ശ്രീ ജോജോയും പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ഫയലിൽ എഴുതി വെച്ചിട്ടില്ല, അത് പച്ചക്കള്ളമാണെന്ന്. അപ്പോൾ പച്ചക്കള്ളം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയുടെ കസേരയിരുന്ന് അദ്ദേഹം പറയണമെങ്കിൽ അദ്ദേഹത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം സതുദ്ദേശമല്ല, ദുരുദ്ദേശമാണ്. അതിന് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വിശദീകരണം ചോദിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട മുഖ്യമന്ത്രിയാണ്. വിശദീകരണം ചോദിക്കാനാകുന്ന കുറ്റമാണ് ശ്രീ ജിജി തോംസൺ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം ഉദ്യോഗസ്ഥന്മാർ ഔദ്യോഗിക പദവിയിലിരുന്ന് പറയാൻ പാടില്ലതും പാടുള്ളതുമായ കാര്യങ്ങൾ അവർക്ക് ഉത്തമ ബോധ്യമുള്ളതാണ്. അപ്പോൾ ഇത്തരം പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അനാവശ്യമായ വിവാദമുണ്ടാക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും പ്രേരണ കാണാം, പ്രേരക ശക്തി ഉണ്ടാകാം. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒരു വിശദീകരണം അനിവാര്യമാണ്. ഡോക്ടർ ഐസക്, ചില കേസുകളിൽ നമ്മൾ സാക്ഷികളുടെ കൂറുമാറ്റം കാണും, പ്രതികൾ മാപ്പുസാക്ഷികളാകും. രാഷ്ട്രീയ പ്രക്രിയയിലും അതുണ്ടോ? അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല എന്ന് കാണുന്നു. അടുത്ത സർക്കാരിൻ്റെ ഭരണകാലത്തും ചീഫ് സെക്രട്ടറിയായി തുടരേണ്ടയാളാണ് ജിജി തോംസൺ. ആ നിലയിലൊരു കൂറുമാറ്റം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യാൻ അത്രയും കാലം ഉണ്ടെന്നുള്ളത്. പക്ഷെ തർക്കമില്ലാത്ത ചില വസ്തുതകളുണ്ട്. ഒന്ന്, ഈ ഇടപാട് തുടങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ കത്തിൽ നിന്നാണ്, അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവിലാണ്. രണ്ട്, അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു നീക്കത്തിനെ ഈ ഉദ്യോഗസ്ഥർ സർവ്വനാ പിന്തുണച്ചു, കാര്യങ്ങൾ ചെയ്തു. ഇപ്പം പുതിയൊരു തിരിച്ചറിവാണ്, ഞങ്ങൾ അന്ന് എതിർത്തു നിന്നുള്ളത്. പക്ഷേ ഇതുവരെ പറഞ്ഞിട്ടില്ല, അവർ ചെയ്തു. മൂന്നാമത്തത്, ഇതിന് ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയും അതിന് അംഗീകാരം നൽകി എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല ക്യാബിനറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അതിൽ ധനമന്ത്രിയുടെ കാര്യത്തിൽ രേഖാമൂലം അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഫയലിൽ ഇത് ശരിയല്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ നോട്ട് ധനമന്ത്രി കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ ഒരിക്കൽ വാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ 3 ഘട്ടങ്ങളുണ്ട്. ഇത് കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിശ്ചയമായിട്ടും പത്രത്തിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ശരി തന്നെ. പക്ഷേ ഈ രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറ്റിയത് കോൺഗ്രസിനുള്ള ഗ്രൂപ്പ് വഴക്ക് തന്നെയാണ്. ആ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ട് നിയമസഭാ കമ്മിറ്റി ഹസൻ തന്നെ അധ്യക്ഷനായിട്ടുള്ളത് ഈ പ്രശ്നം അഴിമതിയായിട്ട് റിപ്പോർട്ട് വെച്ചില്ലേ. അതോടുകൂടിയല്ലേ ഇത് വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറിയത്. പ്രതിപക്ഷത്തിന് വലിയൊരു ആയുധമല്ലേ ആ റിപ്പോർട്ടായിട്ട്. ഡോക്ടർ ഐസക്, സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. CAG-യും PAC-യും ഇതിൽ ക്രമക്കേടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ചീഫ് സെക്രട്ടറിയായ കേസിലെ പ്രതിയായ ജിജി തോംസൺ പറയുന്നു
ടെൻഡർ വിളിക്കാതെ പാമോലിൻ ഇറക്കുമതി ചെയ്തത് തെറ്റായിരുന്നു എന്ന് അന്നത്തെ ഭക്ഷ്യമന്ത്രി പറയുന്നു. ഈ ജിജി തോംസണും പത്മകുമാറും സക്കറിയ മാത്യുവും ഒക്കെ കള്ളക്കളി കളിച്ചിട്ടാണ് ഈ ഡീൽ ഉണ്ടാക്കിയത് എന്ന്. പുതിയ മാനങ്ങളിലേക്ക് പാമോലിൻ കേസ് എന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ നന്ദി ശ്രീ ഉണ്ണിത്താൻ, ശ്രീ ഐസക്, ഒപ്പം തന്നെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ശ്രീ ടി എച്ച് മുസ്തഫ ഞങ്ങളോട് സഹകരിച്ചത്.